guys, welcome back to my YouTube channel. This is Reenu Turkeys. Yes, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹ്യൂമൻ സ്റ്റോറി ലേണിംഗ് പസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി പിന്നീടാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേർക്ക് എറർ കാണിക്കുന്നുണ്ട്. കാരണം ഞാനും ഒരു 2-3 വട്ടം ചെയ്തപ്പോഴും എറർ തന്നെയായിരുന്നു. അപ്പം ഞാൻ പിന്നെയും ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹ്യൂമൻ സ്റ്റോറിയുടെ ലേണിംഗ് കാർഡ് എടുക്കാം. അതിൻ്റെ പുറകിലായിട്ടുള്ള ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ നേരി കണ്ടു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതൊന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ വെബ്സൈറ്റ് ഓണായി വരുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് 3 വര കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലെടുക്കുമ്പോഴത്തേക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണുണ്ട്. അതെടുത്ത് നിങ്ങളുടെ സംഭവം ജസ്റ്റ് ഒന്നത് രജിസ്റ്റർ ചെയ്യുക. ഡേറ്റ് അവസാനം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളേ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളുടെ കാർഡിൻ്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പേര്, നമ്മുടെ ജെൻഡർ, അങ്ങനെ നമ്മുടെ ഈ വയസ്സ്, അതൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ്, സ്കൂളിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കൂളിനെ പറ്റിയിട്ട് ചോദിക്കും, അങ്ങനെയൊക്കെ. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അടിയിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ഒരെണ്ണം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു എറർ പോലെ എത്ര പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്താലും അതങ്ങോട്ട് ഓക്കെ ആവില്ല, സ്റ്റക്കായ പോലെ നിൽക്കും. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്താലേ അത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗൈസ്, അത് പിന്നെ ട്രൈ ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഏതായാലും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.